പാഠം 291. വേണ്ടാത്ത കാര്യങ്ങളിൽ തലയിടുമ്പോൾ. ഹലോ, അതെ സത്യഭാമയാണ്. ബഷീർ സർ, എന്തൊക്കെയുണ്ട് വിശേഷം? ഊവല്ലോ, അടുത്ത മാസം 4-ാം തീയതി ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. സാറ് വരേണ്ട കാര്യമൊന്നുമില്ല. എന്തിന്? പിന്നെ കുറച്ച് കാലതാമസം എന്തായാലും വരും. സിവിൽ കോടതിയിലെ കേസിന്റെ കാര്യം ഞാൻ പറയേണ്ടത് തന്നെ സാറിന് അറിയാലോ. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കേസ് എന്തായാലും ജയിച്ചിരിക്കും, അതിലൊരു സംശയം വേണ്ട. ശരി. കഷ്ടം, ഒരാളെ കൂടെ പറ്റിച്ചു. പറ്റിച്ചോ? ആര്? നീ. ഞാൻ എന്ത് ചെയ്തു? കേസ് ജയിക്കും എന്ന് നീ ഉറപ്പുകൊടുത്തല്ലോ. അത് ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ. ബഷീർ സാറും അയൽവാസിയും തമ്മിലുള്ള അതിർത്തി തർക്കമാണ്. ആ കേസിൽ സുപ്രീം കോടതി വരെ പോയാലും അയൽവാസി ജയിക്കില്ല. അപ്പൊ പിന്നെ എന്റെ കക്ഷിക്ക് ഉറപ്പ് കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? തോറ്റുപോയാലോ? തോറ്റു പോവില്ല മോഹനേട്ടാ. കേസ് വാദിക്കുന്നത് ജഡ്ജിയുടെ മുന്നിലാണ്. ജഡ്ജിയാണെങ്കിൽ നിയമം പഠിച്ചയാള്. നിയമം പഠിച്ച ആളുടെ മുന്നിൽ നിയമം പറഞ്ഞാൽ തോൽക്കുന്നത് എങ്ങനെയാണ്? അല്ല, എന്നാലും തോറ്റുപോയി എന്നിരിക്കട്ടെ. അങ്ങനെ ഒരു സാധ്യതയും ഇല്ല. ഈ കേസിൽ ഞാൻ ജയിച്ചിരിക്കും. ഇത് നീ ബഷീർ സാറിന് കൊടുത്ത ഉറപ്പ്. പക്ഷേ എതിർകക്ഷിയുടെ വക്കീലും അയാൾക്കും ഇതേപോലെ ഉറപ്പ് കൊടുത്താണല്ലോ. അപ്പോഴോ? അത് എന്റെ പ്രശ്നമല്ല. ഞാൻ ഏറ്റ കേസ് ഞാൻ ജയിച്ചിരിക്കും. നിയമത്തിന്റെ ബാലപാഠങ്ങൾ അറിയാവുന്നവർക്ക് പോലും മനസ്സിലാവുന്നത്ര നിസ്സാരമായൊരു കേസാണിത്. കേസ് കേൾക്കുന്നയാള് യോഗ്യനായ ജഡ്ജിയും. ഏതെങ്കിലും വില്ലേജ് ഓഫീസറുടെ മുന്നിൽ കേസ് വാദിച്ചിരുന്നെങ്കിൽ പേടിക്കണമായിരുന്നു. ഇതിപ്പോ അത് വേണ്ടല്ലോ. നിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ സംസാരിക്കുമ്പോ അതിലേക്ക് വില്ലേജ് ഓഫീസർ വലിച്ചടക്കേണ്ട കാര്യം എന്താണ്? എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വില്ലേജ് ഓഫീസർക്ക് ഇടപെടാമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ കാര്യത്തിൽ എനിക്കും ഇടപെടാം. ഞാൻ നിന്റെ ജോലിക്കാര്യത്തിൽ ഇടപെട്ടതല്ലോ. നിങ്ങൾ വക്കീലന്മാർ കക്ഷികളെ പറ്റിക്കുന്നു എന്നതിനെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആരെയും പറ്റിക്കുന്നില്ല. നീ ഒരു വക്കീലാണല്ലോ. സകല വക്കീലന്മാരും പറ്റിക്കും. കൈക്കൂലിക്കാരായ വില്ലേജ് ഓഫീസർമാരെക്കാട്ടിലും ഭേദമാണ് ഞങ്ങള്. ഞാൻ കൈക്കൂലി വാങ്ങാറില്ലല്ലോ. മോഹനേട്ടൻ ഒരു വില്ലേജ് ഓഫീസർ ആണല്ലോ. എല്ലാ വില്ലേജ് ഓഫീസർമാരും കൈക്കൂലിക്കാരാണ്. എന്താ സാറേ? എന്താ മോഹനേട്ടൻ സാറേ? ഉത്തമം വന്നോണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ എന്നെ മൂക്കി ഒരിച്ച് കയറ്റിയനെ. സാറേ ചെല്ല്. ഉത്തമൻ ഇനി അവിടെ നിന്ന് സാറേ സാറേ വിളിക്കാൻ ഇടവരുത്തണ്ട. വല്ല കാര്യം അടയ്ക്കുന്ന കാര്യം പറയാനായിരിക്കും. അതിന് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ വില്ലേജ് ഓഫീസില്. നോക്കണ്ട. നമസ്കാരം സാർ. വക്കീലില്ലേ? വക്കീലിനെ കാണാനാണോ ഉത്തമം വന്നത്? പ്രധാനമായും അത് തന്നെയാണ്. പിന്നെ എവിടെ സാറേ എന്ന് വിളിച്ചത്? അയ്യോ, അത് ഞാനൊരു നാട്ടുമര്യാദയ്ക്ക് വേണ്ടി വിളിച്ചു എന്നുള്ളതേ ഉള്ളൂ സാറേ. ഒരു വീട്ടിൽ കയറി വരുമ്പോ അവിടെയുള്ള ആണുങ്ങളെ വിളിക്കുന്നതാണല്ലോ അതിന്റെ ഒരു മര്യാദ. പക്ഷേ ആണുങ്ങളെ ഒരു വിലയുമില്ലാത്ത ഒരു പെണ്ണാണ് ഇവിടെ താമസിക്കുന്നത്. ഉത്തമൻ അറിയാമോ? ഞാനിപ്പോ എന്താണ് വേണ്ടത്? വക്കീലിനെ കാണാൻ വന്നതാണെന്നുണ്ടെങ്കിൽ വക്കീലെ എന്ന് വിളിക്കണം. അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. വക്കീലേ വക്കീലേ, തീർന്നല്ലോ പ്രശ്നം. പിന്നെ സാറേ, ഗോവിന്ദന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇന്ന് തരാന്നാണ് സാറ് പറഞ്ഞത്. ഇന്ന് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇന്ന് തരാമെന്ന് തന്നെയാ. അതിന് ഉത്തമ സംശയം വേണ്ട. അല്ല സാർ, നടക്കുന്ന കാര്യങ്ങളെ മോഹനേഷ്ടം പറയും, നടക്കാത്ത കാര്യങ്ങൾ നടക്കില്ല എന്ന് തന്നെ പറയും. അല്ലാതെ ചില വക്കീലന്മാരെ പോലെ ഏത് കക്ഷി വന്നാലും നിങ്ങളുടെ കേസ് ജയിപ്പിച്ചു തന്നോളാം എന്ന് പറയില്ല. എന്താ ഉത്തമ വന്നത്? വക്കീലെ, രമേശനും അനിയും പ്രകാശനും തമ്മിലുള്ള തർക്കത്തിന്റെ കാര്യം ഞാൻ ഇന്നലെ വക്കീലിനെ പറഞ്ഞായിരുന്നല്ലോ. പ്രകാശ് ഇതാ സ്വന്തം അച്ഛന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവുകയാണുള്ള. കേസ് കൊടുക്കാൻ? എന്തിന്? അവരുടെ അച്ഛൻ പ്രഭാരൻ ചേട്ടന് ആകെ ഉണ്ടായിരുന്നത് 4 ഏക്കർ ഭൂമിയാണ്. പ്രഭാരൻ ചേട്ടൻ 2 ആൺമക്കൾക്കുമായി ഓരോ ഏക്കർ വീതം എഴുതി കൊടുത്തു. രമേശൻ ആ ഭൂമിയിൽ മാന്യമായി കൃഷി ചെയ്ത് കുറച്ച് ചക്രം ഉണ്ടാക്കി. പ്രകാശന്റെ കാര്യം വക്കീലിന് അറിയാലോ. കുടിച്ചു 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 ഉണ്ടായിരുന്ന മുഴുവൻ നശിപ്പിച്ചു. ഇപ്പൊ അവൻ അച്ഛന്റെ പേരിലുള്ള ബാക്കി 2 ഏക്കറിന്റെ പകുതി വേണോന്ന് കൊടുക്കൂലെന്ന് പ്രഭാരൻ ചേട്ടനും. അങ്ങനെ സംസാരമായി വഴക്കായി. ഇപ്പം പ്രഭാരൻ ചേട്ടൻ ബാക്കി ഉണ്ടായിരുന്ന 2 ഏക്കറും രമേശന്റെ പേരിൽ എഴുതാൻ പോവേണ്. അത് തടയാനാണ് പ്രകാശൻ കേസ് കൊടുക്കാൻ പോണത്. ഈ പ്രഭാകരൻ ചേട്ടൻ സിംഗപ്പൂര് പോയി ജോലി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയതല്ലേ ആ ഭൂമി? അതെ അതെ അതെ. അപ്പോ
ആ ഭൂമി ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം പ്രഭാകരൻ ചേട്ടനാണ്. ആ, ശ്ശെ. അയാൾക്ക് ഒരു മകന് മാത്രമായിട്ടോ 2 മകന് മാത്രമായിട്ടോ അത് എഴുതി കൊടുക്കാം. വേണമെങ്കിൽ വേറെ ആർക്കെങ്കിലും വിറ്റ് കള്ളു കുടിക്കുകയും ചെയ്യാം. അത് ചോദ്യം ചെയ്യാൻ മക്കൾക്ക് എന്താണ് അവകാശം? രമേശന്റെ കേസ് ഞാൻ ഏറ്റു. ആ, അത് മതി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഏത് കേസ് വന്നാലും ചാടി കയറി പിടിച്ചല്ലേ ഈ വക്കീലന്മാര്. ഇനിയിപ്പോ ഈ കേസ് തോറ്റുപോയാലും അപ്പോഴും ആരും ചോദിക്കില്ലല്ലോ. സത്യത്തിൽ ജയിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കേസ് ഏറ്റെടുത്ത് തോറ്റു പോകുന്ന വക്കീലന്മാരെ പിടിച്ച് ജയിലിടണം. സാർ അങ്ങനെ പറയരുത്. ആ ഒരു കാര്യത്തിൽ സത്യഭാമ വക്കീലിന് എനിക്ക് വിശ്വാസമാണ്. എനിക്ക് മാത്രമല്ല, നാട്ടുകാർക്കെല്ലാം വിശ്വാസമാണ്. ഭാമ വക്കീല് ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലേ കക്ഷിക്ക് ഉറപ്പ് കൊടുക്കുള്ളൂ എന്ന് എല്ലാരും പറയുന്നുണ്ട്. ഇതിപ്പോ എന്തായാലും ജയിക്കാന്ന് വക്കീല് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പൂർണ്ണ വിശ്വാസമായി. ഈ ഗോവിന്ദന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇന്ന് എത്ര മണിക്ക് വേണമെന്നാണ് തോമൻ പറഞ്ഞത്? 11 മണിയാ മതി സാറേ. 11 മണിക്കല്ലേ? കിട്ടിയെന്നെ? അയ്യോ സാറേ, അതെന്തൊന്ന് വർത്താനം സാറേ. എന്റെ ഇഷ്ടം. വക്കീലെ, എന്താണ് പ്രശ്നം? ഞാൻ വക്കീലിനെ കുറിച്ച് നല്ലത് പറഞ്ഞത് മോഹനേഷ് സാറിന് എങ്ങനെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാനാണ്? അസൂയെ കണ്ടുപിടിച്ചതേ വില്ലേജ് ഓഫീസറാണല്ലോ. വക്കീലെ, പ്രശ്നമായില്ല ഇപ്പൊ. ഇനിയിപ്പോ ഗോവിന്ദൻകുട്ടിയോട് ഞാൻ എന്തോന്ന് പറയും? ഉത്തമൻ 11 മണിക്ക് വില്ലേജ് ഓഫീസിലേക്ക് ചെന്നു നോക്ക്. പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നേരെ വക്കീലാഫീസിലേക്ക് വന്നാൽ മതി. ഗോവിന്ദൻകുട്ടിയെ കൂടെ കൊണ്ടുവരണം. വാക്കാലത്ത് ഒപ്പിടണമല്ലോ. ഗോവിന്ദൻകുട്ടിയെ വക്കാലത്തൊപ്പിടാൻ ഞാൻ കൊണ്ടുവരേണ്ട കാര്യം തോന്നുന്നു. അപ്പോഴെന്താ പരിപാടി? ഇങ്ങോട്ട് പോന്നപ്പോ ഉത്തമനെ പേടിപ്പിക്കുന്ന കണ്ടിരുന്നു. ഞാൻ ആരെയും പേടിപ്പിച്ചിട്ടില്ല. ഗോവിന്ദൻകുട്ടിയുടെ പൊസഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം എനിക്ക് മനസ്സുള്ളപ്പോ കൊടുക്കും ഞാൻ. അത് പറ്റില്ലല്ലോ മോഹനേട്ടാ. ഒരാൾ നിയമപ്രകാരം ഒരു അപേക്ഷ തന്നാൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സമയത്തിനകം ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാനാണ് സർക്കാർ മോഹനേട്ടന് ശമ്പളം തരുന്നത്. നീ ഇവിടെ കേസ് കൊടുക്ക്. ആ കൊടുക്കും. 11 മണിക്ക് വില്ലേജ് ഓഫീസിൽ വരുമ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ ഗോവിന്ദൻകുട്ടിയെ വിളിച്ച് നേരെ വക്കീലാഫീസിലേക്ക് പോരാൻ ഞാൻ ഉത്തമനോട് പറഞ്ഞിട്ടുണ്ട്. വക്കീലാഫീസിൽ നിന്ന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കും? അതെനിക്കൊരു പുതിയ അറിവാ. വക്കീലാഫീസിൽ നിന്ന് കൊടുക്കില്ല. പക്ഷേ നിയമപ്രകാരം അർഹതയുള്ള സർട്ടിഫിക്കറ്റ് വ്യക്തിവിരോധത്തിന്റെ പേരിൽ നൽകാതിരിക്കുന്ന വില്ലേജ് ഓഫീസറുടെ പേരിൽ കോടതിയിൽ കേസ് കൊടുക്കാം. കുറ്റകരമായ കൃത്യവിലോപം, അനാസ്ഥ. ഗോവിന്ദൻകുട്ടിയുടെ കേസ് ഞാൻ വാദിക്കും. ശരി, അപ്പോ അത് നടക്കട്ടെ. നീ ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനെ നടന്നാൽ ഈ നൂറ്റാണ്ടിൽ ഗോവിന്ദൻകുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. കാണാം. ആ കേസ് കൊടുക്കുമ്പോ കേസിന് എരിവും പുളിയും കൂടാനായി വേറെ പലതും അതിലുണ്ടാവും. പൊസിഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി വില്ലേജ് ഓഫീസർ കൈക്കൂലി ചോദിച്ചു. അത് കൊടുക്കാതിരുന്നതിന്റെ പ്രതികാരമാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കൽ എന്നൊക്കെ അതിനകത്ത് കാണും. നീ പേടിപ്പിക്കാണോ? കാര്യം പറഞ്ഞതാണ് വില്ലേജ് ഓഫീസറെ. ഭാമേ, മോഹനേഷൻ കൈക്കൂലി ചോദിക്കുമെന്നോ വാങ്ങുമെന്നോ ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾ പോലും പറയില്ല. നിന്നെ പോലൊരു വക്കീല് എന്തെങ്കിലും കഥയുണ്ടാക്കി ചെന്ന് പറയുമ്പോ വിശ്വസിക്കാനല്ല കോടതി. അപ്പൊ നീ കേസ് കൊടുക്ക്. ഗോവിന്ദൻകുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പ്രശ്നമില്ല. ആഹാ, എന്നാലും അത് കുറച്ച് അക്രമമായിപ്പോയി. ഇങ്ങനെ പോയാൽ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രൊഫസർ. സർക്കാർ ഉത്തരവല്ലോ ആണെങ്കിൽ സമരം ചെയ്യാമായിരുന്നു. ഇത് കോടതി വിധിയല്ലേ, മിണ്ടാൻ പറ്റൂല. പത്രത്തിൽ വാർത്ത വന്നതോടെ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി നിസ്സാര കാര്യം മതി ഇവരൊക്കെ നമുക്കെതിരെ കേസ് കൊടുക്കാൻ. എന്താ പ്രശ്നം? സാർ ഈ പത്രവാർത്ത വായിച്ചോ? സർട്ടിഫിക്കറ്റ് പറഞ്ഞ തീയതിക്ക് കൊടുക്കാത്തതുകൊണ്ട് വില്ലേജ് ഓഫീസർക്കെതിരെ കോടതി വിധി. ഒടുവിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാനും പറഞ്ഞു, വില്ലേജ് ഓഫീസർക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് നടപടി എടുക്കണമെന്നും പറഞ്ഞു കോടതി. അതുമാത്രമല്ല സാറേ, സർട്ടിഫിക്കറ്റ് കിട്ടാൻ വൈകിയതുകൊണ്ട് അപേക്ഷിച്ച ആൾക്കുണ്ടായ നഷ്ടം വില്ലേജ് ഓഫീസർ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കണമെന്നും പറഞ്ഞളഞ്ഞു. ഇങ്ങനെയായ നാട്ടുകാരെയും വക്കീലന്മാരെയും പേടിച്ചു കഴിയേണ്ട അവസ്ഥ വരില്ല സാർ നമുക്ക്. ഏതെങ്കിലും ഒരു വക്കീൽ പോയി സർട്ടിഫിക്കറ്റ് തരാൻ താമസിച്ചെന്ന് കേസ് കൊടുത്ത് എന്ത് ചെയ്യും?
സാറെന്താ ശിശുപാലൻ ചേട്ടാ ഒന്നും മിണ്ടാതെ പോയത്? സാറിന് പേടിക്കണ്ടല്ലോ, എല്ലാം ചട്ടപ്രകാരമല്ലേ. സാറിനെതിരെ ഏത് വക്കീൽ കേസ് കൊടുക്കാനാ? ഹലോ, അതെ, അഡ്വക്കേറ്റ് സദാനന്ദനാണ്. ആ, എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, നമുക്കെന്ത് വിശേഷം, അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു. ഗുഡ് മോർണിംഗ് സർ. ആ, ഗുഡ് മോർണിംഗ്. ആ, പിന്നെ പറയൂ. ഇല്ലല്ലോ, ആ കേസ് അടുത്ത ആഴ്ചത്തേക്കാ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, അത് ഞാൻ ഏറ്റു. ആ, ശരി, അപ്പോ നമുക്ക് ഈ ആഴ്ച കാണാം. ഞാൻ വിളിക്കാമെന്നേ. ഓക്കെ. സാർ ഇപ്പൊ പറഞ്ഞത് മോഹനേട്ടൻ കേട്ടിരുന്നെങ്കിൽ വിവരം അറിഞ്ഞാലേ. അതെന്താ? കേസ് ജയിപ്പിക്കാമെന്ന് കക്ഷികൾക്ക് വാക്ക് കൊടുത്ത് നമ്മൾ വക്കീലന്മാര് അവരെ പറ്റിക്കാണെന്ന്. എല്ലാ കേസും ജയിപ്പിക്കാമെന്ന് പറയും, എന്നിട്ട് വിധി വരുമ്പോൾ പലപ്പോഴും തോൽക്കുമെന്ന്. മോഹനകൃഷ്ണൻ പറയുന്നതിലും കാര്യമില്ലേ, അങ്ങനെയും സംഭവിക്കാറുണ്ട്. പക്ഷേ ആ പ്രഭാകരൻ ചേട്ടന്റെ മകൾ തമ്മിലുള്ള തർക്കത്തിൽ എന്തായാലും രമേശൻ ജയിക്കുമല്ലോ. പ്രഭാകരൻ ചേട്ടന്റെ പേരിലുള്ള ഭൂമി ഏത് മോന് കൊടുക്കണമെന്ന് പ്രഭാകരൻ ചേട്ടനല്ലേ തീരുമാനിക്കുന്നത്. അതിൽ ഇളയ മകൻ പ്രകാശൻ എന്താ കാര്യം? കേസ് മൂത്ത മകൻ രമേശൻ ജയിക്കുമെന്ന് ഞാൻ ഉത്തമനോട് പറഞ്ഞതായിരുന്നു ഇന്നത്തെ പ്രശ്നം. ആ കേസിന്റെ കാര്യം ഞാൻ സത്യഭാമയോട് പറയാനിരിക്കുകയായിരുന്നു. അതിൽ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താ സർ? ഈ പ്രഭാകരൻ സിംഗപ്പൂരിലാണെന്ന് പറഞ്ഞല്ലോ, അവിടെ വെച്ച് അയാൾക്കെന്തോ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ചു നാള് ചികിത്സയിലുമായിരുന്നു. ഒടുവിൽ അവിടുത്തെ ജോലി കളഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നതിന് ശേഷവും മാനസിക പ്രശ്നങ്ങൾക്ക് അയാൾ ഡോക്ടറെ കണ്ടിട്ടുണ്ട്, ചികിത്സയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛന് തലയ്ക്ക് സുഖമില്ലെന്നും അതുകൊണ്ട് സ്വന്തം വിവേചന ബുദ്ധി ഉപയോഗിച്ചല്ല ഭൂമി മൂത്ത മകന് എഴുതി കൊടുത്തതെന്നും പറഞ്ഞ് പ്രകാശൻ കേസ് വാദിച്ചാൽ പ്രശ്നമാകും. അച്ഛന് വട്ടാണ്, തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി ഇല്ലാന്നും പറഞ്ഞ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് വാദിച്ചാൽ കോടതിക്ക് സ്വീകരിക്കേണ്ടി വരില്ലേ? ഈ ജീവിതകാലത്ത് പ്രഭാകരൻ ചേട്ടന് ആ ഭൂമി വിൽക്കാൻ പറ്റില്ല. പ്രഭാകരൻ ചേട്ടൻ മരിച്ചാൽ മക്കൾക്ക് തുല്യ അവകാശമായിരിക്കുകയും ചെയ്യും. അതൊരു പ്രശ്നമാണല്ലോ സാർ. ആണ്. ഇനിയിപ്പോ ഇതിന് കോടതി തന്നെ വേണമെന്നില്ല. പ്രഭാകരൻ ചേട്ടൻ ആ ഭൂമി മൂത്ത മകൻ എഴുതി കൊടുത്തു കഴിയുമ്പോ ഇളയ മകൻ ഒരു പരാതി കൊടുത്താൽ പോക്കുവരവ് ചെയ്യാതിരിക്കാനുള്ള അധികാരം വില്ലേജ് ഓഫീസർക്കുണ്ട്. പോക്കുവരവ് ചെയ്യാതെ ഭൂമി കയ്യിൽ കിട്ടിയിട്ട് എന്ത് കാര്യം? മോഹനകൃഷ്ണനെ പോലെ നീതിയും ന്യായവും പറയുന്ന വില്ലേജ് ഓഫീസർ ആവുമ്പോ രമേശന് ഈ നൂറ്റാണ്ടിൽ ആ ഭൂമി പോക്കുവരവ് ചെയ്ത് കിട്ടില്ല. പ്രശ്നമാവോ സർ? പ്രശ്നമാകാനാണ് സാധ്യത. രമേശനെയും പ്രകാശനെയും കൂട്ടി ഒരു കോംപ്രമൈസ് ആലോചിക്കുന്നതാവും നല്ലത്. പക്ഷേ കേസ് ജയിക്കുമെന്ന് ഞാൻ വാക്കുകൊടുത്തു പോയി. അതി വലിയ കാര്യമൊന്നുമില്ല. കേസാവുമ്പം ജയിക്കും തോക്കും. ജയിക്കുമെന്നല്ലേ കക്ഷികളോട് പറയാൻ പറ്റൂ. ജയിക്കുമെന്ന് പറഞ്ഞിട്ട് തോറ്റുപോയാലും വക്കീലിനെ ശിക്ഷിക്കാൻ വകുപ്പൊന്നുമില്ലല്ലോ. നിയമപ്രകാരം അർഹതയുള്ള സർട്ടിഫിക്കറ്റ് വ്യക്തിവിരോധത്തിന്റെ പേരിൽ നൽകാതിരിക്കുന്ന വില്ലേജ് ഓഫീസറുടെ പേരിൽ കോടതിയിൽ കേസ് കൊടുക്കാം. കുറ്റകരമായ കൃത്യവിലോപം, അനാസ്ഥ. ഗോവിന്ദൻകുട്ടിയുടെ കേസ് ഞാൻ വാദിക്കും. ശരി, അപ്പോ അത് നടക്കട്ടെ. നീ ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനെ നടന്നാൽ ഈ നൂറ്റാണ്ടിൽ ഗോവിന്ദൻകുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല. എന്താ സത്യഭാമ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല സർ. നമസ്കാരം വക്കീലെ. നമസ്കാരം.
ഞാൻ ഗോവിന്ദൻകുട്ടി. മനസ്സിലായില്ലേ? ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റിന് വില്ലേജ് ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്തിരുന്നു. മനസ്സിലായി. ഉത്തമം പറഞ്ഞിട്ട് വന്നതായിരിക്കും അല്ലേ? എനിക്ക് അറിയാൻ മേലത്തോട് ചോദിക്കുക. വക്കീലിന് എന്തിന്റെ സൂക്കടാ? എന്താ? എനിക്ക് വേണ്ടി കേസ് വാദിക്കാൻ ഞാൻ പറഞ്ഞ വക്കീലിനോട്. അല്ല ഗോവിന്ദൻകുട്ടി ചേട്ടാ, അത് വക്കീൽ ഒന്നും പറയണ്ട. സ്വന്തമായിട്ട് കേസ് കിട്ടുന്നില്ലെങ്കിലേ വേറെ വല്ല പണിക്ക് പോണം. അല്ലാതെ എന്നെ പോലുള്ള പാവങ്ങളെ ഉപദ്രവിക്കരുത്. അല്ല, എന്താ പ്രശ്നം? പ്രശ്നം ഞാൻ പറയാം. എന്റെ വക്കീലെ, ഞാൻ 2 കൊല്ലം മുമ്പ് ഒരു 10 സെന്റ് ഭൂമി വാങ്ങി. അതിലൊരു വീട് പണിയണമെന്ന് വലിയ മോഹമായിരുന്നു. ഉണ്ടായിരുന്ന കാശ് കൊണ്ട് വീടിന്റെ പണി അങ്ങ് തുടങ്ങി. കാശ് തീർന്നപ്പോൾ ഒരു ലോണിന് അപേക്ഷിച്ചു. ലോൺ വേണമെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ബാങ്കിൽ നിന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റിനായി ഞാൻ കഴിഞ്ഞ ദിവസം മോഹനേഷ് സാറിനെ പോയി കണ്ടു. ഗോവിന്ദൻകുട്ടി, നിങ്ങളുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ ഞാൻ കണ്ടു. പക്ഷേ ആധാരത്തിൽ കാണുന്ന സർവേ നമ്പരും കരമടച്ച രസീലുള്ളതും 2 അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെ സർട്ടിഫിക്കറ്റ് തരും? പൊന്നു സാറേ, കയ്യിലുള്ളതെല്ലാം കൂടെ ചേർത്ത് കഷ്ടപ്പെട്ട് വാങ്ങിയ ഭൂമിയാ. അതിനകത്തൊരു വീട് വെച്ച് ഒരു ദിവസം ആ വീട്ടിൽ കിടന്ന് മരിക്കണമെന്ന് ആഗ്രഹം. അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഇതിപ്പോ ഈ ഭൂമി എനിക്കറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഉത്തരവാദിത്വത്തിൽ ഞാനത് ശരിയാക്കി തരാം. അത് ഗോവിന്ദൻകുട്ടിയുടെ അവസ്ഥ എനിക്കറിയാവുന്നത് കൊണ്ട് മാത്രമാണ്. സാധാരണ ഇങ്ങനെ ഉണ്ടായാൽ ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല. സാറിന് ദൈവം കാക്കും. പിന്നെ ഈ തെറ്റ് എത്രയും വേഗം തിരുത്താൻ നോക്കണം. ഇല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കത് പ്രശ്നം ഉണ്ടാവും. എത്രയും പെട്ടെന്ന് ചെയ്യാം സാർ. അപ്പോ അപേക്ഷ കൊടുത്തോളൂ, ഞാൻ സർട്ടിഫിക്കറ്റ് തരാം. വലിയ ഉപകാരം സാർ. വേണമെങ്കിൽ സാറിന് സർട്ടിഫിക്കറ്റ് തരാതിരിക്കാമായിരുന്നു. പക്ഷെ എന്റെ ഗതികേട് കണ്ടപ്പോ സാറിന്റെ ഉത്തരവാദിത്തത്തിൽ എല്ലാം ശരിയാക്കി തന്നു. ഇന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ചെന്നപ്പോ സാറ് പറയാ തരാൻ മനസ്സില്ല, കേസ് കൊടുത്ത് വാങ്ങിച്ചോളാം. വില്ലേജ് ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാത്തവർക്ക് വേണ്ടി കേസ് വാദിക്കാൻ സത്യഭാമ വക്കീൽ റെഡിയായിരിക്കുകയാണ്. വക്കീലെ, വക്കീലിനോടുള്ള വാശി കൊണ്ട് മാത്രമാണ് മോഹനേഷ് സാർ എനിക്ക് സർട്ടിഫിക്കറ്റ് തരാത്തത്. ഇനി ഞാൻ എന്താ വേണ്ടത്? അതല്ല ഗോവിന്ദൻകുട്ടി ചേട്ടാ. അല്ല, എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക. സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് വില്ലേജ് ഓഫീസർ അല്ലേ? അതിൽ വക്കീൽ എന്താ കാര്യം? എന്റെ ഗതികേട് കൊണ്ട് മോഹനേഷ് സാർ ഒരു കാരുണ്യം കാണിച്ചതാ. വക്കീലായിട്ട് അത് ഇല്ലാതാക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ലോൺ കിട്ടില്ല. ലോൺ കിട്ടിയില്ലെങ്കിൽ എന്റെ വീട് പണി നടക്കില്ല. അങ്ങനെ എങ്ങാനും വന്നാൽ ഞാൻ ഈ ആഫീസിന്റെ മുമ്പിൽ കെട്ടി തൂങ്ങിച്ചാവും. ഒരു വലിയ വക്കീൽ വന്നിരിക്കുന്നു. എന്റെ അമ്മോ! അല്ല സർ, ഞാൻ മോഹനേട്ടനൊന്ന് വാശി കയറ്റാൻ വേണ്ടി. പക്ഷേ അതിന്റെ ദോഷം അനുഭവിച്ചത് പാവം ഗോവിന്ദൻകുട്ടിയും. സത്യഭാമേ, ഇത്തരം കാര്യങ്ങളിൽ വാശി കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ഒരു വില്ലേജ് ഓഫീസർ വിചാരിച്ചാൽ പലതും നടക്കും. ആധാരത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ സുപ്രീം കോടതിയിൽ പോയാലും ഗോവിന്ദൻകുട്ടിക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. അതിനെ മോഹനകൃഷ്ണൻ തന്നെ വിചാരിക്കണം. ഹലോ, അതെ മോഹനകൃഷ്ണനാണ്. ആ സാർ, ഞാനിന്ന് താലൂക്ക് ഓഫീസ് വന്നിരുന്നു. സാറിനെ കാണാൻ പറ്റില്ല, സാറോട് ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഉവ്വ്, സഹദേവൻ പറഞ്ഞിരുന്നു. ഉവ്വ്, അതൊക്കെ എന്റെ ജോലിയല്ലേ സാർ. എന്നാലും സാറ് വിളിച്ചതിന് സന്തോഷം. തഹസിൽദാരെ വിളിച്ചത്.
പുറമ്പോക്കുകളുടെ പട്ടിക തയ്യാറാക്കാൻ കളക്ടർ പറഞ്ഞിട്ട് നാള് കുറയായി. ഈ ജില്ലയിലെ ഒറ്റ വില്ലേജ് ഓഫീസിലും കണക്കുകൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷേ കാന്തല്ലൂർ വില്ലേജിലെ പട്ടിക മോഹനകൃഷ്ണൻ കളക്ടറെ ഏൽപ്പിച്ചിട്ട് ആഴ്ച 2ആയി. കളക്ടർ എന്നെ പ്രത്യേകം അഭിനന്ദിച്ചെന്ന് പറയാനാണ് തഹസിൽദാർ വിളിച്ചത്. മോഹനേട്ടൻ ജോലിയൊക്കെ കൃത്യമായി സത്യസന്ധമായും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്ന് എനിക്കറിയാലോ. രാവിലെ വെറുതെ മോഹനേട്ടനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയാ എല്ലാ വില്ലേജ് ഓഫീസർമാരും കൈക്കൂലിക്കാരാണെന്ന് ഞാൻ പറഞ്ഞത്. മോഹനേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞ് ദേഷ്യപ്പെടരുത്. ഗോവിന്ദൻകുട്ടിയില്ലേ, അയാളൊരു പാവമാണ്. മോഹനേട്ടന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് ബാങ്കിൽ നിന്ന് ലോണ് കിട്ടില്ല. ലോണ് കിട്ടിയില്ലെങ്കിൽ വീട് പണി തീർക്കാനും പറ്റില്ല. അതുകൊണ്ട് മോഹനേട്ടൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞു എന്ന് ഗോവിന്ദൻകുട്ടി പറഞ്ഞു. എന്താ പ്രശ്നം? കേസ് കൊടുത്താൽ മതിയല്ലോ. വ്യക്തിവൈരാഗ്യത്തിന്റെയും വാശിയുടെയും പേരിൽ അർഹതപ്പെട്ട സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസർക്കെതിരെ കേസ് കൊടുക്കാം. ഗുരുതരമായ കൃത്യവിലോപം, ഗുരുതരമായ അനാസ്ഥ, അങ്ങനെ ഏത് വകുപ്പിലും കേസ് കൊടുക്കാം. പിന്നെ കേസിന് എരിവും പുളിയും ചേർക്കാനായി കുറച്ച് മേമ്പിടിയും. മേൽപ്പറഞ്ഞ വില്ലേജ് ഓഫീസർ അഴിമതിക്കാരനും സ്വജനപക്ഷപാതിയുമാണെന്ന് കോടതിയിൽ വാദിക്കാം. ഉടനെ ആ വാദം വിശ്വസിച്ച ജഡ്ജി അപ്പോ അവിടെ വെച്ച് ആ നിമിഷം തന്നെ സർട്ടിഫിക്കറ്റ് എഴുതി ഗോവിന്ദൻകുട്ടി കൊടുക്കും. മോഹനേട്ടാ, രാവിലത്തെ ഒരു വാശിക്ക് ഞാനങ്ങ് പറഞ്ഞു പോയത് ഇതെല്ലാം. അതിന്റെ പേരിൽ ഗോവിന്ദൻകുട്ടിക്ക് പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നാൽ അയാളുടെ വീട് പണി മുടങ്ങും. വീട് പണി മുടങ്ങിയാൽ ആത്മഹത്യ ചെയ്യുന്ന അയാൾ പറഞ്ഞു. നിന്നോടോ? നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പൊസഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് വില്ലേജ് ഓഫീസിൽ നിന്ന്, ലോൺ കൊടുക്കേണ്ടത് ബാങ്കിൽ നിന്ന്. ഇതിനൊക്കെ വക്കീൽ എന്താ കാര്യം? വക്കീലിന് കാര്യമൊന്നുമില്ല. പക്ഷേ ഈ വില്ലേജ് ഓഫീസറുടെ ഭാര്യയല്ലേ ഈ വക്കീല്. അതുകൊണ്ട് മോഹനേട്ടാ, കാര്യങ്ങളൊക്കെ മോഹനേട്ടൻ അറിഞ്ഞൂടെ? ഇനി എന്തിനാ എന്നെ ഇങ്ങനെ കളിയാക്കുന്നേ? ആ ഗോവിന്ദൻകുട്ടി പാവാ. അയാൾക്ക് ഞാൻ കാരണം സർട്ടിഫിക്കറ്റ് കിട്ടാതിരുന്നാൽ അത് കഷ്ടമല്ലേ മോഹനേട്ടാ? അയാൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയല്ലോ. വൈകുന്നേരം സർട്ടിഫിക്കറ്റ് ശിശുപാലിന്റെ കൈ കൊടുത്തു വിട്ടിട്ടുണ്ട്. കൊടുക്കണ്ടെന്ന് ഞാൻ കരുതിയതാ. പക്ഷേ കൊടുക്കാതിരുന്ന അയാൾ പ്രാകുന്നത് തന്നെയായിരിക്കും. അതുകൊണ്ടാ ഞാൻ എന്റെ വില്ലേജ് ഓഫീസർ ഒരു നല്ല മനുഷ്യനല്ലേ? നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞ കൈക്കൂലി വാങ്ങാത്ത സത്യസന്ധനായ നല്ല മനുഷ്യൻ. അത്രേ ഉള്ളൂ. പിന്നെ ഭാര്യയോട് ഭയങ്കര സ്നേഹമുള്ള ഒരു കടുവ. ഞാനോ? ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്യുന്നതാണ് ഉത്തമമെന്നാണ് ഈ കഥയുടെ ഗുണപാഠം. ഒരു വില്ലേജ് ഓഫീസറോ വക്കീലോ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മാറ്റാവുന്നതല്ല ലോകത്തിലെ വ്യവസ്ഥകൾ. മോഹനകൃഷ്ണനും സത്യഭാമയും തമ്മിലുള്ള വാശിക്കിടയിൽ പെട്ടുപോയ പാവം ഗോവിന്ദൻകുട്ടിയുടെ കാര്യവും പരിഹരിക്കപ്പെട്ട നിലയ്ക്ക് ഈ കഥ ഇവിടെ അവസാനിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം.